സൺഡേ ഈവനിങ് ആകുമ്പോൾ ഫാമിലി ആയിട്ട് പുറത്തു പോകാനൊരു തോന്നലാണ്. എവിടേക്കാണ് പോവേണ്ടതെന്ന് പോലും തീരുമാനിക്കാതെയാണ് മമ്മി പള്ളിയിൽ നിന്ന് വരുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾ പിള്ളേരെയൊക്കെ റെഡിയാക്കി ഞാനും ആൻസിയും റെഡിയായി നിന്നത്. കുറേ നാളായി ജോക്കുട്ടൻ പ്ലേ ഏരിയ പോകണമെന്ന് പറയണത്. അതുകൊണ്ട് തന്നെ മമ്മി വന്നപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ലുലുവിലേക്കാണ് പോയത്. അവിടെ എത്തിയതും ആൻസിക്കും ജോക്കുട്ടനും നല്ല വിശപ്പ്. അപ്പം പിന്നെ നേരെ ബർഗർ കിങ്ങിലേക്ക് കയറി. ഇപ്പോൾ കുറച്ച് ആളായിട്ട് ജോക്കുട്ടിന് ബർഗർ വലിയ ഇഷ്ടമാണ് കേട്ടോ. നേരത്തെ എൻ്റെ ഉള്ള വെജിറ്റബിൾസ് ഒക്കെ എടുത്ത് കളയായിരുന്നു. ഇപ്പോൾ ഭയങ്കര ഇഷ്ടമായി. എൻ്റെ പല്ലിൽ റീസെൻ്റായിട്ട് ബ്രേസസ് ഇട്ടതുകൊണ്ട് ഞാൻ ഒരു ചോക്ലേറ്റ് കോഫിയിൽ ഒതുക്കി. അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞു നേരെ പ്ലേ ഏരിയയിലേക്ക്. പ്ലേ ഏരിയ പോണോ? റെഡി? അങ്ങനെ ജോക്കുട്ടൻ മാക്സിമം എക്സ്പ്ലോർ ചെയ്യായിരുന്നു കേട്ടോ. സാധാരണ വരുമ്പോൾ കയറാറുള്ള എല്ലാ റൈഡിലും തന്നെ ഇത്തവണ കയറാൻ പറ്റിയില്ല. എങ്കിലും തന്നെ മാക്സിമം റൈഡിൽ കയറാനായിട്ട് ജോക്കുട്ടൻ നോക്കുന്നുണ്ടായിരുന്നു. എഫ്രേം ബേബിക്ക് എല്ലാം കാണുമ്പോൾ ഒന്ന് കയറണം എന്നൊക്കെ ആഗ്രഹം കണ്ടിട്ടു. പക്ഷെ പാവം കുഞ്ഞെല്ലാവരും പറ്റില്ലല്ലോ ഇപ്പോൾ കയറാൻ. കാർ റൈഡിൽ മമ്മിനെയും ജോക്കുട്ടനെയും കയറ്റണമെന്ന് എനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ജോക്കുട്ടൻ കയറിയില്ല. മമ്മിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും നമ്മളുടെ നിർബന്ധപ്രകാരം മമ്മിയെയും മനസ്സിനെയും കൂടി കാർ റൈഡിൽ കയറി. പക്ഷെ കയറി കഴിഞ്ഞപ്പോൾ മമ്മിക്ക് എല്ലാം ഇഷ്ടമായി കേട്ടോ. ജോക്കുട്ടൻ സ്റ്റിൽ എക്സ്പ്ലോറിംഗ് ആണ്. എവിടേക്കാണ് കളിക്കാൻ കയറേണ്ടതെന്ന് ജോക്കുട്ടൻ എനിക്ക് പിടുത്തുമില്ല. എല്ലാത്തിനും കയറി ജസ്റ്റ് ഒന്ന് കയറിട്ടപ്പോൾ തന്നെ ഇറങ്ങി. ആ ടോയിൽ ഇടിച്ചു കഴിഞ്ഞാൽ അതിന് വേദന എടുക്കുമെന്നാണ് കേട്ടോ ജോ ചോദിക്കുന്നേ. അവിടെ വെച്ച് അപ്പ കണ്ട് കുട്ടിക്കാണ്ട് ബൈ പറയുന്നത്. അങ്ങനെ ബാസ്കറ്റ് ബോൾ കോർട്ടിൽ ചെന്ന് കാർഡ് സ്വൈപ്പ് ചെയ്തപ്പോൾ റീഡ് ആയില്ലെന്ന് വിചാരിച്ച് ഞാൻ വീണ്ടും അടുത്ത കോർട്ടിൽ ചെന്ന് സ്വൈപ്പ് ചെയ്തു. പക്ഷെ അപ്പോഴേക്കും ഞാൻ ഫസ്റ്റ് സ്വൈപ്പ് ചെയ്തത് റീഡ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കണ്ടു വന്ന അവിടുത്തെ സ്റ്റാഫ് വന്നിട്ട് വീണ്ടും അവരുടെ കാർഡ് വെച്ചിട്ട് നമുക്ക് സ്വൈപ്പ് ചെയ്ത് തന്നു.